അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി എൻ്റെ മോൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. അത് ഞാൻ കൊണ്ട് തൃശ്ശൂർ കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആർക്കെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം ഒരു കേസ് ഉണ്ടായിരുന്നു. അത് മാസം തികയാണ്ട് ആയിരുന്നു പ്രസവം. അനക്കക്കുറവായിട്ട് വന്നു, പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. ആ കുട്ടിക്ക് കുറച്ച് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്നലെ രാവിലെ കേസ് കഴിഞ്ഞിട്ട് ഈ രാവിലെ വരെ സത്യം പറഞ്ഞാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാനും എൻ്റെ സ്റ്റാഫും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഫുൾ ടൈം ഓക്സിജനും കൊടുത്തു, പാല് കുടിപ്പിച്ചു. അങ്ങനെ ഉണ്ണി ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് 100% റിക്കവറായി. അതും എനിക്കുള്ള വളരെ വലിയൊരു സന്തോഷം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ തലച്ചോറിൽ എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. ആ എൻഡോർഫിൻസ് ആണ് എനിക്ക് ഇന്ന് മുഴുവൻ വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഗർഭിണികളായിട്ടുള്ള ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെയുള്ള ഏത് പ്രായത്തിലുമുള്ള സ്ത്രീ ആയിക്കോട്ടെ, ഉള്ളു പരിശോധന അല്ലെങ്കിൽ പെർ വജൈനൽ എക്സാമിനേഷൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും അവർക്കത് ഒരു പേടി സ്വപ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോട്ടമി അല്ലെങ്കിൽ സൈഡ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പേടി സ്വപ്നമാണ് പെർ വജൈനൽ അല്ലെങ്കിൽ ഉള്ളു പരിശോധന എന്ന് നിങ്ങൾ പറയില്ലേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഡെലിവറി ടൈമിൽ ഉള്ളു പരിശോധന സമ്മതിക്കാത്തതിൻ്റെ പേരിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുന്ന ഒരു കേസുകൾ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ശരിക്കും നോർമലായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ പ്രസവിക്കേണ്ട ആ ഒരു കുട്ടിയെ ഉള്ളു പരിശോധനയ്ക്ക് ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. എത്രമാത്രം നമ്മൾ വിശദീകരിച്ചിട്ടും പെയിൻലെസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മാത്രം സിസേറിയൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആക്കാൻ തന്നെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ തള്ളുവാന്ന്. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നോക്കിക്കേ, എൻ്റെ ബോഡി കാണുന്നത് മാതിരിയല്ല. എൻ്റെ കൈകൾ വളരെ തിന്നാണ്, വളരെ സ്ലെൻഡറാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ ഈ 2 വിരൽ നിങ്ങളുടെ വജൈനൽ ഇൻസേർട്ട് ചെയ്തു എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും പെയിൻ ഉണ്ടാകാൻ പോകുന്നില്ല. അത് തന്നെയുമല്ല, ഞങ്ങൾ അങ്ങേയറ്റമായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അത് നമ്മൾ പെയിൻ ആകാതിരിക്കാനുള്ള ക്രീമൊക്കെ പുരട്ടിയിട്ടും അങ്ങനെ മാക്സിമം പെയിൻലെസ് ആയിട്ടാണ്, പെയിൻലെസ് അല്ല, ഒരിക്കലും അതൊരു പെയിൻലെസ് പ്രൊസീജിയറേ അല്ല. അങ്ങനെയാണ് നമ്മൾ ഉള്ളു പരിശോധിക്കാറ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹകരണം. നിങ്ങൾ ഒരിക്കലും കാലും ഒന്നും ടൈറ്റ് ആക്കാതെ മസിൽസൊക്കെ റിലാക്സ് ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പെയിൻഫുൾ അല്ല. അങ്ങനെ പല സമയത്തും നമ്മൾക്ക് പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടി വന്നേക്കാം. ഫോർ എക്സാമ്പിൾ, യൂട്രസിന് ബലം കുറവുണ്ടോ, എന്തെങ്കിലും സ്പോട്ടിംഗ് ആയി വന്നു, ബ്ലീഡിങ് ആയിട്ട് വന്നു. അപ്പം നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യം, ഓസ് ഓപ്പൺ ആണോ, യൂട്രസ് ഓപ്പൺ ആണോ, നിങ്ങളുടെ പ്രൊഡക്ട്സ് താഴോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ യൂട്രസിന് ബലം കുറവുണ്ടോ, ഇതൊക്കെ അറിയേണ്ട ഘട്ടങ്ങളിൽ, പിന്നെ യൂട്രസിനകത്താണോ പുറത്താണോ, ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫൈൻഡിങ്സ് ആണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ചിലപ്പോൾ പെർ വജൈനൽ എക്സാമിനേഷൻ്റെ ആവശ്യം വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പെയിനായിട്ട് വന്നു, മാസം തികയാണ്ടുള്ള പെയിനാണോ, അവിടെയും നിങ്ങൾക്ക് യൂട്രസിൻ്റെ വായ്ഭാഗം തുറക്കുകയോ കുട്ടി താഴോട്ട് ഇറങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരേ ഒരു മാർഗം എന്താണ്? പെർ വജൈനൽ എക്സാമിനേഷൻ. ഇനി നിങ്ങൾ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന സമയത്താകട്ടെ, നിങ്ങൾ പെയിനായിട്ട് വന്നു, എന്തായി ഡോക്ടറെ, എന്തായോ, പ്രസവിക്കാറായോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങളുടെ പരിശോധനയിൽ നിന്നാണ്, നിങ്ങളെ പരിശോധിക്കുന്നതിൽ നിന്നാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങൾ എൻ്റെ പെർ വജൈനൽ എക്സാമിനേഷൻ, PV നമുക്ക് ചുരുക്കപ്പേരിൽ പറയാം, PV എക്സാമിനേഷന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും മിസ്സായി പോകും. അതായത് യൂട്രസ് നന്നായിട്ട് സോഫ്റ്റായോ, ഓപ്പൺ ആയോ, കുട്ടി മഷി ഇറക്കിയിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു പരിശോധനയാണ് പെർ വജൈനൽ അല്ലെങ്കിൽ PV എക്സാമിനേഷൻ. ഇനി നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ലേബർ പെയിനിലായി എന്ന് വിചാരിക്കുക. ആ സന്ദർഭത്തിലും പ്രോഗ്രസ് ഉണ്ടോ, നിങ്ങളുടെ ഗർഭപാത്രം വികസിക്കുന്നുണ്ടോ, അതായത് 1 മണിക്കൂറിൽ 1 സെൻറ്റിമീറ്റർ വികസിച്ചാലേ നോർമൽ പെയിനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്മൂത്തായിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ, കുട്ടി ഇറങ്ങുന്നുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് PV എക്സാമിനേഷനിലൂടെയാണ്.
അപ്പോൾ പ്രൈമി, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആയാലും സെക്കൻഡ് പ്രഗ്നൻസി ആയാലും തേർഡ് ഫോർത്ത് എത്രയും ആയിക്കോട്ടെ, നിങ്ങളുടെ മാക്സിമം കോപ്പറേഷൻ, സഹകരണം, റിലാക്സ് ആയിട്ട് കിടക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ഏതൊരു പേഷ്യൻ്റെ കാര്യത്തിലും നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി ആരും ഈ ഒരു ടോക്ക് കേട്ടതിന് ശേഷം ഇനി ആരും എനിക്ക് തോന്നുന്നു പ്രസവമുറിയിൽ പെർവജൽ എക്സാമിനേഷന് ടൈറ്റ് ആക്കത്തില്ല. കാരണം അത് 100% പെയിൻലെസ് ആണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു കോപ്പറേഷൻ, സഹകരണം മാത്രം മതി.